നമസ്കാരം, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് സംവദിക്കാൻ വന്നിരിക്കുന്നത് സിവിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കുള്ള രണ്ട് അവസരങ്ങൾ PSC പുറത്തുവിട്ടിരിക്കുന്നു. അതിനെപ്പറ്റി നിങ്ങളുമായിട്ട് ഇൻഫർമേഷൻ തരുവാനാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് രണ്ട് വേക്കൻസിയാണുള്ളത്. ഒന്ന് അസിസ്റ്റന്റ് മാനേജർ KRFHഡിലേക്കും, രണ്ടാമത്തേത് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന തസ്തിക, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്ന തസ്തിക കേരള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുമാണ്. ഇതിന് രണ്ടിനുമുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ ITA, ഡിപ്ലോമ, ഒപ്പം തന്നെ ഡിഗ്രി, ഇതിലേതെങ്കിലും ഒന്നുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിന്റെ യോഗ്യത എന്നുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് അസിസ്റ്റന്റ് മാനേജർ സിവിൽ KRFHD തന്നെ നോക്കാം. ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷൻ നിലവിൽ PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 4/9/2024 ആണ്. ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലാദ്യത്തേത് ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. ഇതിൽ അപ്ലൈ ചെയ്യുവാൻ ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 40,500 മുതൽ 8,500 ആണ്. നിയമനം ലഭിക്കുന്നത് KRFHഡിലാണ്. രണ്ടാമതായിട്ട് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ള ഒരു ബാച്ചിലർ ഡിഗ്രിയാണ് സിവിലിൽ നിങ്ങൾ നേടിയിരിക്കണം എന്നതാണ്. പിന്നീട് സംസ്ഥാനത്തെയോ കേന്ദ്രത്തെയോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള ഡിഗ്രിയും അപ്രൂവലായിട്ട് പരിഗണിക്കും. ഇത് മാത്രം മതിയാവില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഒപ്പം തന്നെ നിങ്ങൾക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പൊതുമേഖലാ സ്ഥാപനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃത പ്രൈവറ്റ് സ്ഥാപനത്തിലോ നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ യോഗ്യതയുണ്ട് എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രവൃത്തി പരിചയം മസ്റ്റ് ആണ് ഇതിൽ എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചോളുക. രണ്ടാമതായിട്ട് നമുക്ക് പ്രധാനമായിട്ടുമുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്. അത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, ഗവൺമെന്റ് ഓൺ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. നേരത്തെ പറഞ്ഞത് KRFHD എന്ന് പറയുന്ന ഒരു കോർപ്പറേഷനിലാണെങ്കിൽ ഇത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നിയമനമാണ്. ഇതിന്റെയും അവസാന ഡേറ്റ്, അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 4/9/2024 അത് മറന്നു പോകരുത്. ഇനിയും നിയമനം നടക്കുന്ന ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 238/2024 ആണ്. ഇത് നിയമനം നടക്കുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. തസ്തികയുടെ പേര് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നുള്ളതാണ്. ഇതിന്റെ സാലറി വരുന്നത് 31,100 മുതൽ 66,800 വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ. പ്രധാനമായിട്ടും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന 2 തസ്തികയിലേക്കാണ്. പക്ഷേ ഈ തസ്തിക സ്വാഭാവികമായിട്ടും ഉയരുമെന്നത് തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യമാണ്. ഇതിന് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി ഇതിന്റെ യോഗ്യതയായിട്ട് വരുന്നത്, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് SSLC പാസ്സായ ശേഷമുള്ള ITIയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ്, പാസ്സായ സർട്ടിഫിക്കറ്റ് ആണ്. സിവിൽ ഡ്രാഫ്റ്റ്സ്മാനിൽ നിങ്ങളത് കരസ്ഥമാക്കിയിരിക്കണം. സിവിൽ ഡ്രാഫ്റ്റ്സ്മാനിൽ ഇത് കരസ്ഥമാക്കിയിരിക്കണം. ശ്രദ്ധിക്കുക, SSLC പാസ്സായിരിക്കണം. SSLC പാസ്സായ ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും എന്ത് ചെയ്യാം? ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഓർക്കുക, ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം തന്നെ ITA-കാരെ സംബന്ധിച്ചിടത്തോളം സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. ഈ അവസരം നിങ്ങൾ നന്നായി ഉപയോഗിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.